Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു യേശു, നമ്മുടെ ജീവിതം അവസ്ഥ, നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന യേശു. ഒരിക്കൽ യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിറയെ ജനം വന്നു. 3 നാളായി കർത്താവിനോടൊപ്പം ഇരുന്ന ആ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. കമ്പാഷൻ. മനസ്സലിഞ്ഞിട്ട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് യേശു പറഞ്ഞത്. എന്നാൽ അവരുടെ കയ്യിൽ 5 അപ്പവും 2 മീനുമേ ഉള്ളായിരുന്നു. എന്നാൽ അത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കർത്താവ് അത് വാഴ്ത്തി നുറുക്കി അത് തൻ്റെ ജനത്തിന് കൊടുത്തു. ബാക്കി 12 കൊട്ട ബാക്കി വന്നു. നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കർത്താവ് മനസ്സലിഞ്ഞാൽ ആ ഉള്ളതിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിനകത്ത് ഒരു ശേഷിപ്പൂടെ തന്ന്, ഒരു തൃപ്തി തന്ന് ദൈവം നമ്മെ മുമ്പോട്ട് വഴി നടത്തും. ആരുടെയൊക്കെയോ ജീവിതത്തിൽ വിശന്നിരിക്കുന്നു, ദാഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ദൈവം നിറച്ച് നന്മ തന്ന് വിശപ്പടക്കി മറ്റുള്ള പലർക്കും നിങ്ങളോട് മനസ്സലിവില്ലാതിരിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ പ്രശ്നത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ വിഷയത്തിൽ ദൈവം മനസ്സലിയാൻ പോകുന്നു. ഈ മനസ്സലിവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നു, നിങ്ങളുടെ നിരാശയെ മാറ്റുന്നു. എന്തോ ഒരു ഭയങ്കര മിറക്കിൾ ഇന്ന് സംഭവിക്കുന്നു. ഒരു വർധനവ് നിങ്ങൾ കാണാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ആ ചെറിയ നന്മ ഒരു വലിയ നന്മയാക്കണമേ. അത് മനസ്സലിവ് ഉണ്ടായി ഈ ജനത്തോട് അങ്ങ് മനസ്സലിഞ്ഞ് വലിയ നന്മകൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സലിവിൻ്റെ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അത്ഭുതം ചെയ്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മനസ്സലിയുന്ന ദൈവം, കർത്താവ് മനസ്സലിഞ്ഞാൽ നിങ്ങളുടെ ശൂന്യതകൾ മുഴുവൻ മാറും. മനസ്സലിവുള്ള കർത്താവ്. God bless you. Love you.